ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്നുള്ള സമയവും നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള ആ പാരഗ്രാഫിൽ ആമേൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള 5 കാര്യങ്ങൾ പറഞ്ഞു വാക്കുകൾ നിർത്താം. നമ്മുടെ ഈ മാസം പ്രാർത്ഥനയുടെ മാസമാക്കി നമ്മൾ വേർതിരിച്ചിരിക്കുകയാണല്ലോ. വിശേഷാൽ നമ്മുടെ കേരളത്തിന് വേണ്ടി, നമ്മുടെ ജില്ലകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ പ്രസക്തി ആമെ വെളിപ്പെടുത്തേണ്ട, പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തേണ്ട സമയങ്ങളാണ് നാം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങൾ, സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് എല്ലാവരും ഒരു പ്രാവശ്യവും കൂടെ വന്ദനം ചൊല്ലുന്നു. നിങ്ങളുടെ ശ്രദ്ധ മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യം, എല്ലാ വാക്യങ്ങളും ഇല്ല, 39-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യം, 42-ാമത്തെ വാക്യം, 44-ാമത്തെ വാക്യം, പ്രാർത്ഥനയെക്കുറിച്ച് വ്യത്യസ്ത ഒരു 5 നിലകളിലുള്ള പ്രാർത്ഥന നമുക്ക് ഈ 5 വാക്യങ്ങളിൽ കാണുവാൻ തക്കണമിടയായിത്തീരും. യേശു കർത്താവിൻ്റെ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണമിടയാകുന്നത്. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ പല നിലകളിലുള്ള പ്രാർത്ഥന നമുക്ക് കാണുവാൻ തക്കണമിടയായിത്തീരും. എന്നാൽ ഇവിടെയുള്ള യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ പകൽവേള, രാത്രി സമയം മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ്. പകൽവേള മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധങ്ങളായ വീര്യപ്രവൃത്തികളും യേശു ചെയ്യുവാനിടയായിട്ടുണ്ട്. യേശു ചെയ്ത സകല വീര്യപ്രവൃത്തികളുടെയും പിന്നിലുള്ള ഏറ്റവും വലിയ കാര്യം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിച്ച പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ എടുത്തു പറയുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നിലകളിൽ നമുക്ക് സന്തോഷിക്കുവാനോ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഉണ്ടെങ്കിൽ നമുക്കും പറയാനുള്ള ഒറ്റ കാര്യം പ്രാർത്ഥനയിലൂടെ നേടിയത് മാത്രമാണ്, പ്രാർത്ഥനയിലൂടെ പ്രാപിച്ചത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പേ പാട്ട് പാടിയപ്പോൾ പ്രിയ ടിങ്കു ബ്രദർ ഓർപ്പിച്ചതുപോലെ ഹന്നയ്ക്ക് പറയാനുള്ളൊരു കാര്യം പ്രാർത്ഥനയിലൂടെ നേടിയതാണ്. ഞാൻ അവനെ അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ്, ചോദിച്ചു വാങ്ങി, പ്രാർത്ഥിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ശമൂവേൽ എന്ന് പേരിടുകയാണ്. ആ ശമൂവേലിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി ശമൂവേൽ തീരുവാനിടയായി. അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുവാൻ ആ ഹന്നായുടെ മകനായ ശമൂവേലിനെ ദൈവം പിന്നത്തേതിൽ ഉപയോഗിച്ചു. ഇതിൻ്റെ പിന്നിലൊക്കെ ഹന്നയോട് പറയാൻ ഹന്നയ്ക്ക് കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ്. എൽക്കാന ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാ: നീ എന്തിന് കരയുന്നു, നീ എന്തിന് പ്രാർത്ഥിക്കുന്നു, നീ എന്തിന് പട്ടിണി കിടക്കുന്നു എന്നൊക്കെയാ എൽക്കാന ചോദിക്കുന്നു. നിന്ദകളും പഴികളും ദുഷികളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലകളിൽ ഹന്നയ്ക്കെതിരെ ഉയർന്നു പൊങ്ങുമ്പോഴും പ്രാർത്ഥന, ആരാധന, ഉപവാസം ഹന്നയുടെ ജീവിതത്തിൽ കുറയുകയില്ലായിരുന്നു, അതെല്ലാം കൂടുകയായിരുന്നു. എന്നാൽ ഇവിടെ ഗെത്സമന തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥന, ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരും. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ വേദനകൾ കടന്നു വരും, നമ്മൾ അറിയാതെ കരയുവാൻ ഇടയായിത്തീരും. പല നിലകളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. എന്നാൽ ഏറ്റവും അടിയന്തരമായ ചില ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ട് കരയുന്ന, നിലവിളിക്കുന്ന, കരഞ്ഞു പോകുന്ന അവസ്ഥകൾ, വാവിട്ട് കരയുന്ന അവസ്ഥകളൊക്കെ, വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവസ്ഥകളൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാനുണ്ട്. കാരണം ആ അവസ്ഥകൾ നോക്കിയപ്പോൾ, ആ അവസ്ഥകൾ ചിന്തിച്ചപ്പോൾ, ആ സാഹചര്യങ്ങൾ ഓർത്തപ്പോൾ നമ്മൾ തനിയെ കരഞ്ഞു, തനിയെ വാവിട്ട് യേശുവേ എന്ന് വിളിപ്പാനൊക്കെ ഇടയായി. ആ സാഹചര്യങ്ങൾ അതുപോലെയുള്ള സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ നോക്ക്, ഗെത്സമന തോട്ടത്തിലെ സാഹചര്യം നമ്മളാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 3.5 വർഷം കൂടെ നടന്ന വ്യക്തി അടുത്ത നിമിഷം തന്നെ ഒറ്റിക്കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ തീപ്പെട്ടി പന്തങ്ങളുമായി, വടിയും വാളുകളുമായി, സന്നാഹങ്ങളുമായി അല്പനിമിഷം കഴിഞ്ഞ് കടന്നു വരും. ഇതെല്ലാം കർത്താവ് മുന്നിൽ കാണുകയാ. അവൻ്റെ ഹൃദയം
പിടയുകയാ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ച് ഭ്രമിക്കുകയും മർക്കോസ് വിശേഷത്തിൽ വായിക്കുന്നു, വ്യാകുലപ്പെടുകയും യേശു ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, അതിൻ്റെ 39 വാക്യത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. എന്തിനാ പോയത്? പ്രാർത്ഥിപ്പാനാ. അവിടെ വായിക്കുന്നു, പതിവ് പോലെ. ഒരു വിഷയം വന്നപ്പോൾ പോവുകയല്ല, ഒരു വഴി അടഞ്ഞപ്പോൾ പോവുകയല്ല, ഒരു രോഗം വന്നപ്പോൾ പോവുകയല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ജോലി, നല്ലൊരു വിവാഹം നടക്കണം എന്ന് കരുതി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ഇവിടെ വായിക്കുന്നു, പതിവ് പോലെയുള്ള ഒരു പ്രാർത്ഥന യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില പതിവ് ശീലങ്ങൾ നമുക്കുള്ളതുപോലെ അതിനേക്കാൾ അപ്പുറമായി പ്രാർത്ഥന ഒരു പതിവ് ശീലമാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർക്കുവാൻ ഇടയാകണം. പതിവ് പോലെയുള്ള പ്രാർത്ഥന ഒന്നാമത്തെ പ്രത്യേകത. പ്രാർത്ഥന അവിടെ പ്രത്യേകത അത് പതിവ് പോലെയുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ മുമ്പേ ചെയ്തു വന്നതുപോലെ യെരൂശലേമിന്റെ നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവിടെ മുമ്പേ ചെയ്തു വന്നതുപോലെ പതിവ് പോലെ ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദാവീദിന്റെ ജീവിതം നോക്കിയേ, 55-ാം കീർത്തനം അതിന്റെ 17-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും. ഒരു വിഷയം വരുമ്പോൾ മാത്രമല്ല, ശൗല് കുന്തമെടുത്തുകൊണ്ട് കുത്തുവാൻ വരുമ്പോൾ മാത്രമല്ല, കുത്താൻ വരാതിരിക്കുമ്പോഴും ഈ പതിവ് പ്രാർത്ഥന ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്ന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന രീതി പതിവ് പോലെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ ഇടയാകട്ടെ. 2, അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത വേറിട്ടുള്ള പ്രാർത്ഥന. ശിഷ്യന്മാർ കൂടെയുണ്ട്, അവരെ കൂട്ടാതെ വേറിട്ട്. അവിടെ വായിക്കുന്നു, അവരെ വിട്ടു, താൻ അവരെ വിട്ടു. അപ്പോൾ വേറിട്ട ഒരു പ്രാർത്ഥന, ഒരു കല്ലേറോളം ദൂരത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത വേറിട്ടുള്ളൊരു പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കൊരു സഹോദരിയെ നമുക്കവിടെ കാണാം. ഹാഗാർ. അവിടുത്തെ വിഷയം, കുട്ടിയുടെ മരണം എനിക്ക് കാണുവാൻ പറ്റുകയില്ല, എനിക്ക് കാണേണ്ട എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഹാഗാർ ചെയ്തൊരു കാര്യം, കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടിച്ച് ഒരമ്പിമ്പാട് ദൂരത്ത് വേറിട്ടിരുന്ന് ആ ഹാഗാർ കരഞ്ഞു പ്രാർത്ഥിപ്പാനിടയായി. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ഭാരങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ അവർ നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന അവസ്ഥ. നോക്കണമേ, വേറിട്ടുള്ളൊരു പ്രാർത്ഥന യേശുവിൻ്റെ ജീവിതത്തിൽ ഗെത്സമന തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രാവർത്തികമാക്കാം. പിന്നെ അവിടെ അതേ 41-ാം അധ്യായത്തിൽ 41-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു, കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. സ്കോട്ട്ലൻഡിൽ രക്തദാഹികളായ വ്യക്തികൾ ഉണ്ടായിരുന്നു. എവിടെ ആരാധിക്കുന്നവരുണ്ടോ, പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ദൈവത്തെ വിളിക്കുന്നവരുണ്ടോ അവരെ കൊല്ലുക, അവരെ രക്തം കണ്ട് സന്തോഷിക്കുക. അങ്ങനെ കുറേ കൂട്ടരുണ്ടായിരുന്നു. പക്ഷേ ഇവരെത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ആത്മീക ആരാധനയെ തച്ചുടയ്ക്കുവാനോ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ഇല്ലാതാക്കുവാനോ കഴിഞ്ഞില്ല. കാരണം ആ സ്കോട്ട്ലാൻഡിൽ തന്നെ മേരി റാണി എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നൊരു ധീര വനിതയുണ്ടായിരുന്നു. ചരിത്രം പുസ്തകത്തിൽ വായിച്ചത്, ആ സഹോദരി പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ രക്തദാഹികളായി കൊതിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ വിറച്ചു മാറിപ്പോകുവാൻ ഇടയായിത്തീരുമെന്ന അത്രയ്ക്ക് വലിയ പ്രാർത്ഥനയായിരുന്നു ആ സഹോദരി മുട്ടുകുത്തി ആ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അന്ധകാരത്തിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ആ സഹോദരിയുടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ
വിറയ്ക്കുമായിരുന്നു എന്ന് ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും എതിരെ വെല്ലുവിളികൾ കാണാം, ശത്രുവിൻ്റെ പോരുകൾ കാണാം, ശത്രു തകർക്കാൻ ഉന്നം വെച്ച് നിൽക്കുന്ന അവസ്ഥകൾ കാണാം. പക്ഷേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ എവിടെ തയ്യാറാകുന്നുവോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ രേഖ അനുകൂലമാക്കി ദൈവം എഴുതുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസും പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുകയാ. അങ്ങനെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയ പൗലോസിനെ ഒരു ശക്തിക്കും എങ്ങും മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞില്ല. മുട്ടുകുത്തിക്കാൻ നോക്കിയ ശക്തികളെ ദൈവം തകർത്തു മാറ്റിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവസനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിനെ ലോകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടുകുത്തിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിൻ്റെ സനി കരയുന്ന ഒരു ദൈവവൈതലിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കരയിപ്പിക്കുന്ന ഒരു ദൈവമല്ല, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, അവിടെ ആ പ്രാർത്ഥനയിൽ കണ്ണുനീരും നിലവിളിയും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറക്കരുത്. ക്രൈസ്തലോ, അവിടെ കണ്ണുനീരുണ്ട്. അവിടെ വായിക്കുന്നു, അവൻ്റെ വിയർപ്പ് ചോരത്തുള്ളി പോലെ നിലത്തു വീണെന്ന നമ്മൾ ആ പാരഗ്രാഫിൽ വായിക്കുവാൻ ഇടയാകുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ചും എബ്രായ ലേഖനത്തിൽ പൗലോസ് അതിൻ്റെ 5-ാം അധ്യായം 7 വായിക്കുന്നത്, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു എന്ന നമ്മൾ പുതിയ നിയമ താളുകളിൽ വായിക്കുവാൻ ഇടയാകുന്നത്. അപ്പോൾ മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയുടെ മെത്തേഡ് എന്ന് പറയുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. വീണ്ടും നമുക്കതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അവിടെ ഗെത്സമന തോട്ടത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പ്രാർത്ഥന, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ഇന്നത്തെ ഈ ആത്മീക ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ പദ്ധതികളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മുടെ ഇഷ്ടത്തേക്കാൾ, നമ്മുടെ ആഗ്രഹങ്ങളേക്കാൾ, നമ്മുടെ പദ്ധതികളേക്കാൾ അപ്പുറമാണ് നമ്മെ വിളിച്ചവനായ ദൈവത്തിനും നമ്മോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും അവരുടെ ഭാവിയോടുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ഒരു ഇഷ്ടം, ആഗ്രഹം നടന്നില്ലെങ്കിൽ വേദനപ്പെടും, ഭാരപ്പെടല്ലേ. ഇന്ന് പകൽക്കാലം അവിടെ ഉറച്ചു പ്രാർത്ഥിക്കും, കർത്താവേ ഇവിടെ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. ആമേ. വേഗത്തിൽ 5-ാമത്തെ കാര്യം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അവൻ വേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ ഗെത്സമന തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനയിലെ 5-ാമത്തെ കാര്യം അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ ഹേരോദാവ് പിടിക്കുവാനിടയായി. അടുത്ത ദിവസം ജനത്തിനെ മുമ്പിൽ നിർത്തി വിസ്തരിച്ച് യാക്കോബിൻ്റെ തല വെട്ടിയെടുത്തതുപോലെ പത്രോസിനെയും തല വെട്ടിയെടുക്കുവാൻ ഹേരോദാവ് കാത്തിരിക്കുമ്പോൾ ആ സമയം യെരൂശലേം സഭ ദൈവസന്നിധിയിൽ ഒത്തുകൂടുവാനിടയായി തീർന്നു. അവരുടെ ഒറ്റ പ്രാർത്ഥന, പത്രോസ് വിടുവിക്കപ്പെടണം. അതിൻ്റെ 12-5 വായിക്കുന്നു, സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. അതിശ്രദ്ധയോടെ യെരൂശലേം സഭ ഒത്തുകൂടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാനിടയായി തീർന്നു. 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലായി ഇരുമ്പ് ഗേറ്റും സ്വതവേ തുറന്നു പോയതിൻ്റെ പിന്നിൽ യെരൂശലേം സഭയുടെ അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ വാക്കുകളെ വേഗത്തിൽ ഞാനിവിടെ നിർത്തട്ടെ. 5 നിലകളിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഈ വായിച്ചു കേട്ട പാരഗ്രാഫിൽ നമുക്ക് കേൾക്കുവാനിടയായത്. ഒന്നാമത്
പതിവ് പോലെയുള്ള ഒരു പ്രാർത്ഥന, രണ്ടാമത് വേറിട്ടുള്ള ഒരു പ്രാർത്ഥന, മൂന്ന് ദൈവസന്നിധിയിൽ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അടുത്തത് നമ്മൾ കേട്ടത് ദൈവേഷ്ടത്തിനായുള്ള പ്രാർത്ഥന നാലാമതായി നമ്മൾ കേട്ടു. അഞ്ചാമതായി നമ്മൾ കേട്ടത് അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഈ 5 നിലകളിലുള്ള പ്രാർത്ഥന നമുക്കും ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. പതിവ് പോലൊരു പ്രാർത്ഥന, വേറിട്ട് ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങളെ കാണാം, കുടുംബം കാണാം, ഒക്കെ ശരിയാ. അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായി വിഷയങ്ങൾക്ക് വേണ്ടി വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം പ്രാവർത്തികമാക്കുവാൻ ഇടയാകട്ടെ. ഈ 5 നിലകളുള്ള പ്രാർത്ഥന, നാം അതിനെക്കുറിച്ചുള്ള ഈ സന്ദേശം നമ്മുടെ എല്ലാവരുടെയും ആത്മീക ജീവിതത്തിൽ ആത്മീക മുതൽക്കൂട്ടിന് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വലിയവനായ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ.